നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പണക്കൊഴുപ്പും അധികാരഹുങ്കം കാണിച്ച് ഏത് പ്രതിപക്ഷ പാർട്ടിയെയും വിഴുങ്ങാൻ നടക്കുന്ന താമരക്കൂട്ടമുണ്ടല്ലോ. അതെ, നമ്മുടെ ഡൽഹിയിലെ സ്വയം പ്രഖ്യാപിത ചാണക്യന്മാരായ നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന BJP. അവർ വിചാരിച്ചു തങ്ങളുടെ വിശ്വപ്രസിദ്ധമായ ഓപ്പറേഷൻ ലോട്ടസ് വഴി ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ അങ്ങ് പിളർത്തിക്കളയാം എന്ന്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ MLA-മാരെ ചാക്കിലാക്കി ഭരണം പിടിച്ചതുപോലെ അത്ര എളുപ്പമാണ് ബംഗാളിലെ കാര്യമെന്നും അവർ കരുതി കാണും. എന്നാൽ അവിടെ കാത്തിരിക്കുന്നത് സാധാരണ സാരിയെടുത്ത ഒരു ഒന്നൊന്നര റോയൽ ബംഗാൾ ടൈഗർ ആണെന്ന് അവർ പൂർണ്ണമായി മറന്നുപോയി. വെറും 2 MP-മാരുടെ പിൻബലത്തിൽ, ആദർശ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ അമിത്ഷായുടെ മോഹങ്ങൾക്ക് മേൽ ദീദി എങ്ങനെയാണ് വെള്ളമൊഴിച്ചതെന്ന്, ആ രാഷ്ട്രീയ നാടകം എന്തായിരുന്നുവെന്ന് നമുക്ക് വിശദമായി നോക്കാം. JP ടോക്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മമതയ്ക്ക് ഒന്നിനു പുറകെ ഒന്നായി വലിയ പ്രതിസന്ധികളാണ് ഡൽഹിയിൽ നിന്നും കേന്ദ്ര ഏജൻസികളിൽ നിന്നും വന്നിരുന്നത്. ഇങ്ങനെയൊരു അനുകൂല സാഹചര്യം കണ്ട് TMCയിലെ ചില നേതാക്കൾക്ക് പെട്ടെന്ന് BJPയോട് വലിയ പ്രേമം മൂത്തു. അതിൽ ഏറ്റവും വലിയ കോമഡി ആരാണെന്നറിയാമോ? നമ്മുടെ സയോനി ഘോഷ്. 2 മാസം മുൻപ് വരെ മമതാ ബാനർജിയുടെ നാമം ജപിച്ചു നടന്നിരുന്ന ഈ നടി പെട്ടെന്ന് BJPയിൽ ചേരാൻ എയർപോർട്ടിൽ ജീൻസും ടോപ്പുമിട്ട് മാധ്യമങ്ങളെ കണ്ട് മുഖം ഒളിച്ച് ഓടുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. എന്തൊരു ആദർശ രാഷ്ട്രീയം അല്ലേ! ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗോദി മീഡിയകളിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസുകളായിരുന്നു. 19 MP-മാർ നാളെ മാറും, 20 MP-മാർ ദീദിയെ ചതിക്കും, അവർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകും, ഞങ്ങൾ തന്നെയാണ് യഥാർത്ഥ TMC എന്ന് പറഞ്ഞ് NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു തട്ടിവിട്ടിരുന്നത്. ഇതിനൊക്കെ മുൻകൈയെടുത്തത്, അണിയറയിൽ തകൃതിയായി കരുക്കൾ നീക്കിയത് മമതയുടെ പണ്ടത്തെ വിശ്വസ്തയും പഴയ കൂട്ടുകാരിയുമായ കാക്കോലി ഘോഷ് ആയിരുന്നു. ശതാബ്ദി റോയ്, ബാപ്പി ഹൽദർ, ശർമിള സർക്കാർ, ശത്രുഘ്ൻ സിൻഹ തുടങ്ങി വലിയൊരു നിര തന്നെ ഈ കൂറുമാറ്റ ലിസ്റ്റിൽ ഉണ്ടെന്നായിരുന്നു BJPയുടെയും അവരുടെ വാലാട്ടികളായ മാധ്യമങ്ങളുടെയും വലിയ അവകാശവാദം. പക്ഷേ ഇവിടെയാണ് കഥയിൽ വലിയൊരു സിനിമാറ്റിക് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഡൽഹിയിലെ ഡബിൾ എഞ്ചിൻ ചാണക്യന്മാർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല. കൃത്യമായ സമയത്ത് ശത്രുഘ്ൻ സിൻഹയും പ്രതിമാ മണ്ഡലും കളം മാറി ചവിട്ടി BJPയുടെ നെഞ്ചിലേക്ക് നോക്കി വെടിപൊട്ടിച്ചു. നമ്മുടെ ഷോട്ടൻ ശത്രുഘ്നൻ സിൻഹ പരസ്യമായി വന്ന് പറഞ്ഞു, ഞാൻ ദീദിക്കൊപ്പമുണ്ട്, ദീദിക്കൊപ്പമേ നിൽക്കൂ, എൻ്റെ കഷ്ടകാലത്ത് എന്നെ ചേർത്ത് പിടിച്ച ദീദിയെ ഞാൻ ഒരിക്കലും ചതിക്കില്ല, എനിക്ക് വലിയ ഓഫറുകൾ തന്ന BJPക്കാർക്ക് നന്ദി എന്ന്. അതോടെ BJPയുടെ പകുതി ജീവൻ പോയി. ബാക്കി ജീവൻ കളഞ്ഞത് പ്രതിമാ മണ്ഡലാണ്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചോദിച്ചു, ഞാൻ ഡൽഹിയിലോട്ട് പോയിട്ടേ ഇല്ല, ബംഗാളിൽ പാർട്ടി മീറ്റിംഗിലാണ്, എൻ്റെ പേര് ഈ വ്യാജ ലിസ്റ്റിൽ ഏത് ചാണക്യനാണ് ചേർത്തത് എന്ന്. ഇതോടെ BJPയുടെ അട്ടിമറി നീക്കങ്ങളുടെ മുഖത്തേറ്റത് വലിയൊരു പ്രഹരമായിരുന്നു. സത്യത്തിൽ BJPക്ക് എവിടെയാണ് പിഴച്ചത്? നമുക്കിതിന്റെ പിന്നിലെ നിയമവശം കൂടി നോക്കാം. TMCക്ക് ആകെ 28 ലോക്സഭാ MP-മാരാണ് ഉള്ളത്. പാർട്ടി ഔദ്യോഗികമായി പിളർത്തണമെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കാൻ 3-ൽ 2, അതായത് കൃത്യം 19 MP-മാരുടെ പിന്തുണ വേണം. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വീട്ടിൽ വലിയ ചർച്ചകൾക്കായി രഹസ്യമായി എത്തിയത് വെറും 13 പേർ മാത്രമായിരുന്നു. ആ മാന്ത്രിക സംഖ്യയായ 19 തികയ്ക്കാൻ BJPയുടെ കോടികൾ എറിയുന്ന പണച്ചാക്ക് രാഷ്ട്രീയത്തിന് കഴിഞ്ഞില്ല. കാക്കോലി ഘോഷിനെ കൊണ്ട് മാത്രം ഇത് ഒപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ സുസ്മിത ദേവിനെയും സയോനി ഘോഷിനെയും ഒക്കെ രംഗത്തിറക്കി ആവുന്നത്ര നോക്കി. പക്ഷേ ദീദിയുടെ കണ്ണു വെട്ടിച്ച് ആ സംഖ്യ ദഹിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈ അട്ടിമറി നീക്കം പാളിയതിനു പിന്നിൽ മറ്റൊരു പ്രധാന രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. ഇന്ന് രാജ്യം പഴയതുപോലെയല്ല. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പാർലമെന്റിലും തെരുവിലും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ശക്തമായ പ്രതിരോധം പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്
മമതാ ബാനർജി കോൺഗ്രസുമായി കൂടുതൽ അടുക്കുന്നതും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ശക്തമായി നിലയുറപ്പിക്കുന്നതും BJPക്കെതിരെ രാജ്യവ്യാപകമായി ഒരു ശക്തമായ പ്രതിപക്ഷ കൂട്ടായ്മ രൂപപ്പെട്ടതോടെ പ്രാദേശിക പാർട്ടികളെ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും പിളർത്തുക എന്നത് BJPക്ക് ഇപ്പോൾ അത്ര എളുപ്പമല്ലാതായി മാറിയിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയെ തൊട്ടാൽ രാജ്യം മുഴുവൻ അതിനെതിരെ പ്രതിപക്ഷം ഒന്നിച്ച് അണിനിരക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കേന്ദ്ര ഏജൻസികളെ വിട്ട് ഭയപ്പെടുത്താൻ നോക്കിയാൽ സംരക്ഷിക്കാൻ ഇന്ത്യ സഖ്യം കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് TMC എംപിമാർക്ക് വലിയ ധൈര്യം നൽകി. ഈ ഒരു ഒത്തൊരുമ തന്നെയാണ് BJPയുടെ കുതിരക്കച്ചവടത്തിന് തടസ്സമിട്ടതും എംപിമാരെ തിരികെ പാളയത്തിൽ എത്തിക്കാൻ മമതയ്ക്ക് കരുത്തായതും. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം പ്ലാൻ B പുറത്തെടുത്തു. തങ്ങളുടെ വൻതോക്കായ സുനിൽ ബൻസലിനെ തന്നെ അവർ കൊൽക്കത്തയിലേക്ക് വണ്ടി കയറ്റിവിട്ടു. എങ്ങനെയെങ്കിലും ഈ പരാജയപ്പെട്ട ഓപ്പറേഷൻ ലോട്ടസ് വിജയിപ്പിക്കാൻ. കൂടെ സുസ്മിത ദേവും കൊൽക്കത്തയിലെത്തി ബാക്കി നിൽക്കുന്ന എംപിമാരെ സോപ്പിടാൻ പരമാവധി നോക്കുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അട്ടിമറി എങ്ങനെയും പൂർത്തിയാക്കാൻ കാക്കോലി ഘോഷിന് BJP 3-4 ദിവസം വരെ സമയം കൂടി അനുവദിച്ചിട്ടുണ്ടെന്നാണ്. അതായത് എങ്ങനെയെങ്കിലും എംപിമാരെ ഒപ്പിച്ചതാ, ബാക്കി പണവും പദവിയും EDയെ വെച്ചുള്ള സംരക്ഷണവും ഞങ്ങൾ തരാം എന്ന മട്ടിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. ഈ തക്കം നോക്കി കോൺഗ്രസിൽ നിന്ന് TMCയിലെത്തിയ സുസ്മിത ദേവിനെ പോലെയുള്ള അവസരവാദികളായ നേതാക്കളെയും അവർ ഇതിനായി പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഇവർ നടത്തിയ ചർച്ചകളും ഇതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇവർ ഇത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചാലും ജനവിധി അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികളെയും ED CBI ഭീഷണികളെയും ഇറക്കിയാലും മമതയുടെ ഉരുക്കുകോട്ട തകർക്കാൻ മോദിക്കും ഷായ്ക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ ഡൽഹിയിലെ ചാണക്യന്മാർക്ക് സ്വന്തം തന്ത്രങ്ങൾ പാളി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണിപ്പോൾ ബംഗാളിൽ. സുഹൃത്തുക്കളെ, ജനാധിപത്യത്തെയും ജനവിധിയെയും പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതുന്ന ഡൽഹിയിലെ വൻ തോക്കുകൾക്ക് ബംഗാളിൽ നിന്ന് കിട്ടിയത് ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. എത്രയൊക്കെ ഗൂഢാലോചനകൾ നടത്തിയാലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ കൃത്യമായ കൗണ്ടർ തന്ത്രങ്ങളിലൂടെ ഫാസിസത്തെ എങ്ങനെ ചെറുക്കാമെന്ന് മമതാ ബാനർജി വീണ്ടും രാജ്യത്തിന് കാണിച്ചു തന്നിരിക്കുന്നു. തങ്ങളുടെ കയ്യിലുള്ള ഭൂരിപക്ഷവും കേന്ദ്ര ഏജൻസികളും വെച്ച് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന BJPയുടെ ഈ ഓപ്പറേഷൻ ലോട്ടസ് ബംഗാളിലെ ചെളിയിൽ പൂണ്ടുപോകുമോ, അതോ അവർ അടുത്ത നാണംകെട്ട അടവ് പുറത്തെടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ശത്രുഘ്നൻ സിൻഹ, പ്രതിമാ മണ്ഡൽ എന്നീ തങ്ങളുടെ 2 എംപിമാരെ കൃത്യമായി ഉപയോഗിച്ചാണ് മമത ഈ വലിയ രാഷ്ട്രീയ അട്ടിമറിയെ തടഞ്ഞു നിർത്തിയത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ രാഷ്ട്രീയ വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.